ഒരിക്കൽ കൂടി ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ കലാകാരന്മാരെയും പ്രവർത്തകന്മാരെയും നാട്ടുകാരെയും എല്ലാ ആളുകളെയും സംഘാടന സമിതിക്ക് വേണ്ടി ആദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി അധ്യക്ഷത വഹിക്കുന്നത് പയ്യന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മണിലാലിനെ ഈ പരിപാടി നിയന്ത്രിക്കുന്നതിന് വേണ്ടി ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിക്കുകയാണ്. സമ്പൂർണ്ണ ലൈബ്രറി പ്രഖ്യാപനത്തിന്റെ ഉദ്ഘാടകനായിട്ടുള്ള MP ഡോക്ടർ ശിവദാസൻ, അതോടൊപ്പം തന്നെ സമ്പൂർണ്ണ ലൈബ്രറി പ്രഖ്യാപനം നടത്തുന്ന പുത്തുപറമ്പ് MLA ശ്രീ KP മോഹനൻ, ആശംസകൾ അർപ്പിക്കുന്ന BJPK സെക്രട്ടറി ജില്ലാ ലൈബ്രറി കൗൺസിൽ, സെക്രട്ടറി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രദീപ്, നന്ദി രേഖപ്പെടുത്തുന്ന സുനിത, ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന പവിത്ര കണ്ണീർ നേതൃസമിതി, മറ്റ് ബഹുമാന്യരായ ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളെ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശൈലജ, പ്രിയപ്പെട്ട കുടുംബശ്രീ അംഗങ്ങളെ, NRDGസിലെ തൊഴിലാളികളെ, ആശാവർക്കർമാര്, മറ്റ് ലൈബ്രറി പ്രവർത്തകന്മാര്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രധാനപ്പെട്ട പരിപാടി എന്നുള്ള നിലയിലാണ് നമ്മൾ ഈ സമ്പൂർണ്ണ ലൈബ്രറി പ്രഖ്യാപനം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും ചുരുങ്ങിയ സമയത്തിനകം നമുക്ക് ഉദ്ഘാടന ചടങ്ങ് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനുശേഷം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലുള്ള കലാകാരന്മാർ പങ്കെടുക്കുന്ന വസന്തോത്സവ പരിപാടി ഇവിടെ അവതരിപ്പിക്കും. അതെല്ലാം കൊണ്ട് തന്നെ സംബന്ധിച്ച് വൈകുന്നത് വരെ ഈ പരിപാടി തുടരുമ്പോൾ ആളുകൾക്ക് ഒഴിഞ്ഞു പോകാനിടയിട്ടു എന്നതുകൊണ്ട് വളരെ വേഗത്തിൽ നമുക്ക് ഈ ഉദ്ഘാടന ചടങ്ങ് നടത്തി കുറച്ച് പരിപാടികളെങ്കിലും എല്ലാവർക്കുമായി കാണാനുള്ള അവസരം ഒരുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമ്പൂർണ്ണ ലൈബ്രറി പ്രഖ്യാപനം കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ട് ഏതാണ്ട് ഒരു വർഷത്തോളമായിരിക്കുകയാണ്. അതിന്റെ ആദ്യഘട്ട പരിപാടി എന്ന നിലക്ക് വിഷുക്കണി എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് കണ്ണൂർ ജില്ലയിലെ നിരവധി പഞ്ചായത്തുകളിൽ ആ പ്രഖ്യാപനം നടത്തുന്ന വിശദാംശങ്ങളെല്ലാം ഇവിടെ ഉദ്ഘാടനം സമർപ്പിക്കും. ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് 15 വാർഡുകളാണ്. ആ 15 വാർഡുകളിൽ 8 വാർഡുകളിൽ ലൈബ്രറിയുടെ നിലവിലുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് 7 വാർഡുകളിലുള്ള ലൈബ്രറി വേണമെന്നുള്ള നിലക്ക് ഒരു തീരുമാനമെടുക്കുകയും എല്ലാ വാർഡിലും ലൈബ്രറി ഇല്ലാത്ത വാർഡുകൾ, അത് പ്രത്യേകിച്ച് 2, 4, 5, 8, 10, 11, 15 വാർഡുകൾ, ആ വാർഡുകളിൽ കൂടെ ലൈബ്രറി സ്ഥാപിക്കണം എന്നുള്ള നിലക്ക് തീരുമാനമെടുക്കുകയും അതിന്റെ സജീവമായ പ്രവർത്തനങ്ങൾ ഇതുവരെ നടത്തി വരികയും അതിനുശേഷം എല്ലാ വാർഡുകളിലുമായി ബാക്കിയുള്ള മുഴുവൻ വാർഡുകളിലുമായിട്ട് ലൈബ്രറി പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. അങ്ങനെ വരുമ്പോൾ 14ാം വാർഡിൽ പുതിയ ലൈബ്രറിയുടെ രൂപീകരിക്കുകയുണ്ടായി. അങ്ങനെ ആകെ 16 ലൈബ്രറികളാണ് നമ്മുടെ പഞ്ചായത്തിനകത്ത് ഇപ്പോൾ നിലവിലുള്ളത്. ഈ തുടങ്ങുന്ന ലൈബ്രറികൾ ഏറ്റവും മിനിമം 400 പുസ്തകവും മറ്റ് അനുബന്ധമായ ആവശ്യമായ സൗകര്യങ്ങളും ഒരുക്കണമെന്നാണ് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ ഭാഗമായിട്ടും പീപ്പിൾസ് മിഷന്റെ ഭാഗമായിട്ടുള്ള നിർദ്ദേശിച്ചത്. പീപ്പിൾസ് അഡ്മിനിസ്ട്രേഷന്റെ ബഹുമാനായ ചെയർമാനെയാണ് നമുക്ക് ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ലഭിച്ചിരിക്കുന്നത് ഡോക്ടർ B. ശിവദാസൻ. അതോടൊപ്പം ജില്ലാ കളക്ടർ, അതിന്റെ കണ്ണൂർ കൂടിയായിട്ട് ജില്ലാ കളക്ടർ അരുൺ KV ഇവിടെ എത്തിച്ചേരേണ്ടതായിരുന്നു. അദ്ദേഹത്തിന്റെ മറ്റ് പരിപാടികളുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ പറ്റിയിട്ടില്ല. ഏതായാലും നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ പഞ്ചായത്ത് ഈ തരത്തിലൊരു ഈ അച്ചീവ്മെന്റ് കൂടെ നടത്തുകയാണ്. കണ്ണൂർ ജില്ലയിലെ മുഴുവൻ ലൈബ്രറികളെയും, മുഴുവൻ പഞ്ചായത്തുകളിലും മുഴുവൻ വാർഡുകളിലും ലൈബ്രറി സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഉള്ള പരിപാടി ആസൂത്രണം ചെയ്തു. അതിനുശേഷം ഏതാണ്ട് 36 ലൈബ്രറികൾ എടുത്തിട്ടാണ് 1ാം ഘട്ടത്തിൽ അവയെ സമ്പൂർണ്ണ ലൈബ്രറി പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചു. ഏതായാലും നമ്മളിപ്പോൾ ലൈബ്രറി പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടി നേരത്തെ തന്നെ ഒരുങ്ങിയിരുന്നു. ഓണക്കാലത്ത് വിഷുവിന്റെ സമയത്ത് നടത്താൻ പറ്റിയില്ല. അതിനുശേഷം 2-3 തവണ
ഈ കാര്യം ചോദിച്ചിരുന്നു, നമുക്ക് ആരെങ്കിലും കിട്ടുമോ? പക്ഷെ അത് കുറച്ചുകൂടെ നീട്ടിക്കൊണ്ടുപോകാം. അത് മെയ് കഴിഞ്ഞ് അതിനുശേഷം ജൂൺ ജൂലൈ കഴിയട്ടെ, ഓണക്കാലത്ത് നോക്കാം. എന്നിങ്ങനെ ഒരു ധാരണയോടുകൂടിയാണെങ്കിൽ ഓണക്കാലത്ത് നമുക്ക് ഈ പരിപാടി നടത്താൻ. നിർഭാഗ്യവശാൽ ഈ ഓണക്കാലത്ത് നിരവധി പരിപാടികളാണ് ഈ പഞ്ചായത്ത് നടക്കുന്നത്. ആ പഞ്ചായത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ വിവിധ വാർഡുകളിൽ പരിപാടികൾ ഇന്ന് തന്നെയും 2 വാർഡുകളിൽ പരിപാടിയിൽ ഇതിന് സമാന്തരമായി നടക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ അത് മാറ്റി വെക്കണമെന്ന് നിർദ്ദേശിച്ചില്ല. കാരണം പരിപാടികൾ നടക്കട്ടെ. എല്ലാ വാർഡുകളിൽ നടക്കുന്ന ഓണാഘോഷ പരിപാടികൾ ഏറ്റവും നല്ല നിലയിൽ നടത്തണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഭംഗിയായി എല്ലാ മേഖലകളിലും പരിപാടികൾ നടക്കുന്നുണ്ട്. ചില പരിപാടികളെല്ലാം ഇന്ന് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു ലൈബ്രറി പ്രഖ്യാപനത്തിൽ ചില പരിപാടികൾ മാറ്റിവെച്ചിട്ടുണ്ട്. നാളെ എത്ര പരിപാടികൾ നടക്കുന്നുണ്ട്. ഏതായാലും നല്ല രീതിയിൽ വ്യാപകമായ തോതിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് ഈ പരിപാടി ഓണാഘോഷ പരിപാടി നടക്കുകയാണ്. അതിന്റെ അനുബന്ധമായിട്ടാണ് നമ്മൾ വസന്തോത്സവ പരിപാടിയും അതോടൊപ്പം തന്നെ സമ്പൂർണ്ണ ലൈബ്രറി പ്രഖ്യാപനം വെച്ചിട്ടുള്ളത്. അതിൽ ആ പരിപാടി ഏറ്റവും വിജയകരമായ രീതിയിൽ നമ്മുടെ പങ്കാളിത്തം ഒരു 10-600 ആളുകളെങ്കിലും പങ്കെടുപ്പിക്കണമെന്ന് ധരിച്ചിരുന്നു. വ്യാപകമായ പരിപാടികൾ നടക്കുന്നതുകൊണ്ട് തന്നെ ആളുകൾക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല എന്നുള്ളത് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. പലരും പല തിരക്കുകളിലാണ്. ഓണത്തിന്റെ ആഘോഷ വേളയിൽ പലരും പല ഭാഗത്തായിട്ട് ചെറിയകിടക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ച അത്രയും എത്തിയില്ലെങ്കിലും ഒരു മാന്യമായ സദസ്സിലൂടെ ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ സമയം ഞാൻ ഉൾപ്പെടെ സംസാരിച്ചു കഴിഞ്ഞാൽ കലാപരിപാടികൾ ആസ്വദിക്കുന്നതിന് നമുക്ക് കഴിയാതെ വരും, അല്ലെങ്കിൽ അതിനുള്ള അവസരം സ്ത്രീകൾക്ക് ലഭിക്കാതെ വരും. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഔപചാരികമായി വസന്തോത്സവ പരിപാടിയുടെയും അതോടൊപ്പം തന്നെ സമ്പൂർണ്ണ ലൈബ്രറി പ്രഖ്യാപന പരിപാടിയുടെയും ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ MP അതോടൊപ്പം തന്നെ പീപ്പിൾസ് സംഗതിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ MP ഡോക്ടർ ശിവദാസിനോട് ആദരപൂർവ്വം ഈ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ സംഘടിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. പഞ്ചായത്ത് എല്ലാ വാർഡിലും വായനശാലകളിലുള്ള പഞ്ചായത്തായി ഔപചാരികമായി പ്രഖ്യാപിക്കപ്പെടുകയാണ്. ഏറ്റവും സന്തോഷകരമായ ഒരു പ്രഖ്യാപനമാണ്. രാജ്യത്തിന് മാതൃകയായ മഹത്തായ പ്രതിഷ്ഠാത്മകമാണ് കണ്ണൂർ ജില്ല രൂപപ്പെടുത്തിക്കൊണ്ടത്. എല്ലാ വാർഡിലും ഒരു വായനശാല, എല്ലാ വാർഡിലും ഒരു വായനശാല ഇന്ന് ഇന്ത്യ രാജ്യത്തിന്റെ ബഹുഭൂരിപക്ഷം മേഖലയിൽ സങ്കല്പിക്കാൻ പോലും സാധ്യമല്ലാത്ത ഒന്നാണ്. പക്ഷേ കണ്ണൂർ ജില്ലയിലെ നല്ല മനുഷ്യർ ഒത്തുചേർന്ന് ആ മഹാസ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള യാത്രയിലാണ്. ആ യാത്രയിൽ ഓരോ ചുവടുവെപ്പുകളും മറ്റൊരു ചുവടുവെപ്പിന് കരുത്തും ഊർജവുമാണ് എന്നുള്ളതുപോലെ പതിനൂരിലെ ഈ പ്രഖ്യാപനം സമീപ പഞ്ചായത്തുകൾക്കും സമീപ മേഖലകൾക്കും കരുത്തും ഊർജവും. ഇവിടെ എല്ലാ വാർഡിലും വായനശാല എന്ന പ്രഖ്യാപനം നടത്തുമ്പോൾ അത് കതിരൂർ പഞ്ചായത്തിൽ സമീപ ദിവസങ്ങളിൽ നടത്താനുള്ള ഊർജമാകുന്നു. അത് ഷൊക്കീൽ പഞ്ചായത്തിൽ സമീപ ദിവസം നടത്താനുള്ള പ്രവർത്തനത്തിന് ഊർജമാകുന്നു. അത് തലശ്ശേരി മുനിസിപ്പാലിറ്റിയിലും പാനൂർ മുനിസിപ്പാലിറ്റിയിലും ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തേണ്ടതിന്റെ ആവശ്യകതയുടെ ഓർമ്മപ്പെടുത്തലായി മാറുന്നു. അതുകൊണ്ട് തന്നെ ഓരോ പരിപാടിയും എത്രമേൽ മികച്ചതാവുന്നു എന്നുള്ളത് ആ പ്രദേശത്തിന് മാത്രമല്ല മെച്ചമുണ്ടാക്കുന്നത് സമീപ പ്രദേശങ്ങൾക്ക് കൂടി അത് ഊർജം പ്രദാനം ചെയ്യുകയാണ്. അതുകൊണ്ട് പതിനൂരിലെ പ്രിയപ്പെട്ടവരോട്, പതിനൂരിലെ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തോട് ഇത്തരത്തിൽ വിപുലമായ നിലയിൽ ബഹുജന പങ്കാളിത്തത്തോടുകൂടി പരിപാടി സംഘടിപ്പിച്ചതിൽ അതിയായ സന്തോഷവും ആ സന്തോഷവും എല്ലാ അർത്ഥത്തിലും ഞാനിവിടെ പ്രകടിപ്പിക്കുകയാണ്. പതിനൂരിൽ നിന്നുള്ളത് സാംസ്കാരിക പ്രവർത്തനത്തിനും വലിയ സ്വാധീനവും അത്തരത്തിലുള്ള അനുഭവ സമൂഹമുള്ള ഒരു പ്രദേശമാണ്. നിറഞ്ഞ വായനശാലകൾ എന്നതുപോലെ നിറയെ സാംസ്കാരിക പ്രവർത്തകർ, ആ സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെതായ ലോകത്തിലെ രാഷ്ട്രീയത്തിൻ്റെതായിട്ടുള്ള വലിയ സ്വാധീനം അതൊക്കെയുള്ള ഒരു പ്രദേശമാണ് പതിനൂർ. പക്ഷെ അങ്ങനെ പറയുമ്പോഴും പതിനൂരിൽ പോലും എല്ലാ വാർഡുകളിലും വായനശാലകൾ എന്നുള്ളത് നമുക്ക് സ്ഥാപിക്കാൻ ഇന്നലെ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ കേൾക്കുകയുമാണ്. നമ്മൾ ആ പോരായ്മയാണ് ഇവിടെ പരിഹരിക്കുന്നത്.
വായനശാലകളിൽ നിന്ന് ഇഷ്ടിക കട്ടകളാൽ കെട്ടിയുണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ചുടുകല്ലിനാൽ കെട്ടിയുണ്ടാക്കിയിട്ടുള്ള കേവലം ഒരു കെട്ടിടം മാത്രമല്ല, മറിച്ച് വായനശാലകളിൽ എന്നുള്ളത് മനുഷ്യ ജീവിതത്തിന്റെ സകല പ്രശ്നങ്ങളും ചർച്ച ചെയ്യാനും ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള അന്വേഷണങ്ങൾക്കുള്ള ഇടമാണ്. ചില ഇടങ്ങളിലെങ്കിലും വായനശാലയുടെ ചുവരുകൾ എഴുതി വെച്ചിട്ടുള്ളത് കാണാം, സൈലൻസ് പ്ലീസ്, സംസാരിക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷേ സംസാരിക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാനാവില്ല. വായനശാലകളിൽ നിന്ന് നിശബ്ദമായ ഇടങ്ങൾ മാത്രമായിരിക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തലിന് അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ കഴിയണം. വായനശാലകൾ വർത്തമാനം പറയാനുള്ള ഇടങ്ങൾ കൂടിയാണെന്നും വായനശാലകൾ കൊച്ചു കൂട്ടുകാരുടെ കളിതമാശകളുടെ ഇടമാണെന്നും അതിനൊപ്പം അവിടെ രൂപപ്പെടുത്താനിരിക്കുന്ന കളിയിടത്തിന്റെ കേന്ദ്രമായി വായനശാലയെ മാറ്റണമെന്നും നമ്മൾ ആഗ്രഹിക്കുകയാണ്. വായനശാലകളിൽ നിശബ്ദത പാലിക്കുകയെന്ന ഓട് വെക്കുന്നതോടുകൂടി മനുഷ്യർ കയറാത്ത ഇടങ്ങളായി ഇന്നലെകളിൽ ചിലരതിനെ രൂപപ്പെടുത്തിയിട്ടുണ്ടാകാത്തതുപോലെ ചിലരതിനെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. നിശബ്ദമായ ഇടങ്ങൾ വേണം, പക്ഷേ ശബ്ദമുഖരിതമായ ഇടങ്ങൾ നമുക്ക് ആവശ്യമാണ്. ശബ്ദമുഖരിതമായ പൊതുസ്ഥലങ്ങളും നിശബ്ദമായി വായനയ്ക്ക് അവസരം നൽകുന്ന ഇടങ്ങളും ഒന്നു ചേർന്നവരെ നമുക്ക് നമ്മുടെ വായനശാലകളെ രൂപപ്പെടുത്താനാവണം. ചിലർ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് സമ്പൂർണ്ണ ലൈബ്രറി പ്രഖ്യാപനമെന്ന് നിങ്ങൾ പറയാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് വായനശാല എന്ന് ആവർത്തിച്ചങ്ങൾ പറയുന്നത്? ലൈബ്രറി എന്ന് പറയുമ്പോൾ ഉള്ള ഒരു അകൽച്ച വായനശാല എന്ന് പറയുന്ന പദത്തിന്റെ അടുപ്പം കൊണ്ട് നമ്മൾ മാറ്റിവെക്കുകയാണ്. നമ്മുടെ ഭാഷയിൽ വായനശാല എന്ന് നാം പറയുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ചേർന്ന് വായനശാല നമ്മുടേതായ ഒന്നാണ്. അതിന് വലിയ അക്കാദമിക് പാണ്ഡിത്യത്തിന്റെ അല്ലെങ്കിൽ ഒരു അകൽച്ചയുടെ ഒരു തലവും നമ്മളില്ല. അന്യവൽക്കരിക്കപ്പെട്ട ഒരു ഭാഷയല്ല നമ്മൾ ഇന്നലകളിൽ കേട്ടുപരിചിതമായ ഒന്നാണ്. എവിടത്തേക്കാണ് പോകുന്നത്? വായനശാലയിലേക്കാണ്. എവിടെയാണ് പുസ്തകം കണ്ടത്? അത് വായനശാല സ്റ്റോക്കിലാണ്. എവിടെയാണ് പുസ്തകം എടുക്കാൻ പോകുന്നത്? വായനശാലയിലേക്കാണ്. നിങ്ങൾ എവിടെയാണ് യോഗം ചേരുന്നത്? വായനശാലയിലാണ്. കുടുംബശ്രീ പ്രവർത്തകരുടെ, അയൽക്കൂട്ടത്തിന്റെ, യുവജന സംഘടനാ പ്രവർത്തകരുടെ, ഇങ്ങനെ ഒരുപാട് കൂട്ടരുടെ യോഗം ചേരുന്ന ഇടമായി നമ്മുടെ വായനശാല ഇനി നമുക്ക് വികസിക്കേണ്ടതുണ്ട്. വായനശാലയോടൊപ്പം കളിക്കളങ്ങളും ആധുനിക കളിയിടങ്ങളുടെ എല്ലാ സാധ്യതകളും നമ്മുടെ കുട്ടികൾക്ക്, ചെറുപ്പക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനും ഉപയോഗപ്പെടുത്താനും പറ്റുന്ന ഗ്രാമാന്തരീക്ഷം നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുന്നു. പ്രിയപ്പെട്ടവരെ, വായനശാലകൾ ഉണ്ടാക്കുക എന്നുള്ളത് കേവലമായി ഒരു ആത്മസംതൃപ്തിയുടെ ഭാഗമല്ല, ഏതെങ്കിലും ഒരാളുടെ വൈയക്തികമായ ആത്മസംതൃപ്തിയുടെ അടയാളപ്പെടുത്തലല്ല വായനശാലകൾ ഉണ്ടാക്കുക എന്ന വലിയ പ്രവർത്തനം. അത് ഇന്നത്തെ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ സമരമാണ്. അത് ഇന്നത്തെ ഇന്ത്യയിൽ നാം വയ്ക്കേണ്ടുന്ന മുദ്രാവാക്യങ്ങളിൽ ഒന്നാണ്. അത് ഇന്നത്തെ ഇന്ത്യയിൽ നാം നടക്കേണ്ടുന്ന പാതയ്ക്ക് ഊർജവും കരുത്തും നൽകാനുള്ള ഒരു ഇടപെടലാണ്. കാരണം എല്ലാ മനുഷ്യരും കയറിയിരിക്കാനും അവർക്ക് അവരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഏക ഇടമുള്ളത് ഇന്ന് വായനശാലകളാണ്. ഇന്ന് നോക്കൂ, നമ്മുടെ വായനശാലകളുടെ പൊതുചിത്രം ഇന്ന് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ കെട്ടിടം ഏതെന്ന് ചോദിച്ചാൽ അത് ഏതെങ്കിലും ഒരു മതവിഭാഗക്കാർക്ക് മാത്രം കയറിയിരിക്കാൻ പറ്റുന്ന ഇടമായിരിക്കും. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും കയറിയിരിക്കാനുള്ള വായനശാല എന്നുള്ളത് കൊച്ചിടങ്ങളായി നിൽക്കുകയും ഏതെങ്കിലും ഒരു ജാതിക്കാരുടെ, ഏതെങ്കിലും ഒരു മതക്കാരുടെ മാത്രം ഇടങ്ങൾ വികസിതമാവുകയും ചെയ്യുന്ന വർത്തമാനത്തിലാണ് നാം നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു പ്രദേശത്തെ ഏറ്റവും വലിയ പൊതു ഇടമുള്ളത് നമ്മുടെ വായനശാലയായിരിക്കണം. ഒരു പ്രദേശത്തെ ഏറ്റവും വലിയ ഒത്തുകൂടാനുള്ള ഇടം എന്ന് പറയുന്നത് അത് എല്ലാ മനുഷ്യനും, ജാതിക്കും മതത്തിനും അപ്പുറത്ത് കയറിയിരിക്കാൻ പറ്റുന്ന ഇടമായിരിക്കണം. ഏതെങ്കിലും ഒരു ജാതിയിൽപ്പെട്ടവർക്ക്, ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ടവർക്ക് മാത്രം കയറിയിരിക്കാനുള്ള ഇടങ്ങളല്ല വികസിക്കേണ്ടത്. എല്ലാ ജാതിക്കും, എല്ലാ മതത്തിലും പെട്ടവർക്ക് ഒന്നിച്ചിരിക്കാൻ പറ്റുന്ന ഇടങ്ങളായിരിക്കണം വികസിതമായി തീരേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് പുതിയ കാലത്തിന്റെ കടമ നിർവഹിക്കാൻ പറ്റുന്നവരെയും എല്ലാ വാർഡിലും വായനശാല എന്ന മുദ്രാവാക്യത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു. കണ്ണൂർ ജില്ലയിൽ ഒരു വലിയ മുന്നോട്ട് പോക്ക് പീപ്പിൾസ് മിഷന്റെ ഭാഗമായി നമുക്ക് രൂപപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആ രൂപപ്പെടുത്താൻ കഴിഞ്ഞതിനെ കുറിച്ചുള്ള ഒരു പശ്ചാത്തലം വിവരിക്കുമ്പോഴാണ് കണ്ണൂർ ജില്ലയിലെ ലൈബ്രറികളെ കുറിച്ചും കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വായനശാലകളുള്ള ഒരു ജില്ലയാണ് കണ്ണൂരെന്ന് നാം അഭിമാനത്തോടുകൂടി പറയാറുണ്ട്. കണ്ണൂരിനെ ചിലർ പറയാറ് സംഘർഷങ്ങളുടെ ജില്ലയാണ് കണ്ണൂർ എന്ന് പറയുന്നത്, രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ജില്ലയാണ് എന്നും ചിലർ പറയാറുണ്ട്. പക്ഷെ
കണ്ണൂർ എന്നുള്ളത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വായനശാലകളുള്ള ജില്ലയാണ്. നോക്കൂ, 10 കോടിയിലധികം ജനസംഖ്യയുള്ള ബീഹാറിലെ ആകെ വായനശാലകളെക്കാൾ പൊതു ലൈബ്രറികളെക്കാൾ ലൈബ്രറികൾ കണ്ണൂർ എന്ന ഒറ്റ ജില്ലയിലുണ്ട്. കണ്ണൂർ എന്ന ഒറ്റ ജില്ലയിലുണ്ട്. നോക്കൂ, 80 ലോകസഭാ മണ്ഡലങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. കേവലം 20 ലോക്സഭാ മണ്ഡലങ്ങൾ മാത്രമുള്ള കണ്ണൂർ ജില്ലയിൽ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലുള്ള ആകെ വായനശാലകളെക്കാൾ പൊതു ലൈബ്രറികളെക്കാൾ കുറവാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തിലെ ആകെ പൊതു ലൈബ്രറികളുടെ എണ്ണം. എന്ന് പറയുന്നു, ഇത് ഏറ്റവും വലിയ മുതലാളിമാർ താമസിക്കുന്ന മഹാരാഷ്ട്ര എന്ന സംസ്ഥാനത്തെ പൊതു ലൈബ്രറികളുടെ എണ്ണത്തെക്കാൾ കൂടുതൽ ലൈബ്രറികൾ വായനശാലകൾ കണ്ണൂർ ജില്ലയിലുണ്ട്. ഇത് പറയുമ്പോൾ നാം അഭിമാനത്തോടുകൂടി ഇത് പറയുമ്പോൾ നാം നമ്മുടെ പരിമിതികളെ കുറിച്ചുകൂടി കാണുകയാണ്. എന്താണ് പരിമിതി? കണ്ണൂർ ജില്ലയിലെ ഒരു ഭാഗത്ത് വായനശാലകൾ ലൈബ്രറികൾ നിറഞ്ഞു നിൽക്കുന്നു, എന്നാൽ മറ്റൊരു ഭാഗത്ത് ലൈബ്രറികൾ വായനശാലകൾ നന്നേ കുറവ്. എങ്ങനെയാണ് ആ നന്നേ കുറവിന്റെ ചിത്രം അടയാളപ്പെടുത്താൻ കഴിയുക? കാസർഗോഡ് നിന്ന് നമ്മൾ കണ്ണൂരിലേക്ക് പ്രവേശിക്കുമ്പോൾ കരിവള്ളൂരിലേക്ക് കയറിയാൽ അവിടെ ഏതെങ്കിലും പേരിലുള്ള വായനശാലകളാണ്. ജഗസാക്ഷി നഗറിലെ വായനശാല, ജവഹർലാൽ നെഹ്റുവിന്റെ പേരിലുള്ള വായനശാല നമുക്ക് കാണാം. വെള്ളൂരിലേക്ക് വരുമ്പോൾ മഹാത്മജിയുടെ പേരിൽ, തയ്യലൂരിലേക്ക് കടക്കുമ്പോൾ കസ്തൂർബാ ഗാന്ധിയുടെ പേരിൽ, നമ്മുടെ സഞ്ജയിന്റെ പേരിൽ വിവിധ വായനശാലകൾ നിറഞ്ഞു നിൽക്കുന്ന ഇടം. അവിടെ നമ്മൾ നേരെ ചെറുതാഴം വഴിയോ കടന്നപ്പള്ളിയിലേക്കോ ആ പ്രദേശത്തേക്ക് കയറിയാൽ, കട്ടവനത്തേക്ക് കയറിയാൽ വായനശാലകളാൽ സമർത്ഥമാണ്. അവിടുന്ന് ആത്തൂരിലേക്ക് വന്ന 27 വാർഡുകൾ 50 വായനശാലകൾ. അവിടുന്ന് അങ്ങോട്ട് പറശ്ശിനിക്കടവിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കയറുന്നത് നമ്മുടെ മയില് PK വിജയൻ ലൈബ്രറി കൗൺസിലിന്റെ സെക്രട്ടറി കൂടിയുണ്ട്. മയിലേക്ക് കയറാൻ പറ്റും നമുക്ക്. മയിലെത്തുമ്പോൾ 18 വാർഡുകൾ 36 ലൈബ്രറികൾ. ആ മയിൽ നിന്ന് നേരെ നമ്മൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ മലപ്പട്ടത്തേക്ക് പോകാം. മലപ്പട്ടത്ത് പോയി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലൈബ്രറി സാധ്യതയുള്ള 1000 ആളുകൾക്ക് ഒരു വായനശാലയിലുള്ള മലപ്പട്ട പഞ്ചായത്തിലെത്തുകയാണ്. നാം മലപ്പട്ടത്ത് നേരെ റോഡ് താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ സീകണ്ടാവൂരാണ്. സീകണ്ടാവൂരെത്തുമ്പോഴേക്ക് നമ്മൾ കിടക്കാൻ തുടങ്ങി, നമ്മൾ വലിയ തുടങ്ങി. സീകണ്ടാവൂരും ചെമ്പേരി ഇതിലേക്ക് ഇങ്ങനെ ആലക്കോട് ഇങ്ങനെ കറങ്ങി ആറള മുളിക്കൽ കറങ്ങി പിന്നെ കടിച്ചാറ് കേളകം കൊട്ടിയൂര് എത്തുമ്പോഴേക്ക് നമ്മുടെ വായനശാലകളിൽ എണ്ണം നന്നേ കുറവ്. എന്ന് പറഞ്ഞാൽ ഈ വയനാട്ടിൽ നിന്ന് മാനന്തവാടിൽ നിന്ന് ബോയ്സ് ടൗൺ റോഡ് വഴി ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ആദ്യത്തെ പഞ്ചായത്ത് കൊട്ടിയൂരാണ്. കൊട്ടിയൂർ അമ്പായത്തോടത്ത് കഴിഞ്ഞ വായനശാലകളില്ല. ഒറ്റ കെട്ടിടം നിങ്ങൾ കാണാൻ പോകുന്നില്ല. ആ അമ്പായത്തോട് ഇങ്ങനെ കൊട്ടിയൂർ കേളകത്തേക്ക് വരുന്ന വഴി നിങ്ങൾക്ക് വായനശാലകൾ സൗകര്യപ്രദമായ വായനശാല കാണാൻ കഴിയുമായിരുന്നില്ല. ഇപ്പൊ കുറച്ചൊന്ന് വന്നിട്ടുണ്ട്. കേരളത്തിൽ കണിച്ചാറിന് പേരാവൂരിലേക്ക് ഞാൻ പറഞ്ഞ റോഡിലേക്ക് കണക്കിയാൽ ഇവിടെകളിൽ നിങ്ങൾക്ക് വായനശാലകളുടെ സാന്ദ്രത വളരെ കുറവായിരുന്നു. എന്നാൽ ഇപ്പോൾ കേരള പഞ്ചായത്തിൽ എല്ലാ വാർഡിലും വായനശാലയായിട്ടുണ്ട്. കഴിഞ്ഞ 4-ാം തീയതിയായിരുന്നു അവിടെ പഞ്ചായത്ത് വിനോദ വിജ്ഞാന കേന്ദ്രത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങ്. അതിനോട് ചേർന്ന് നിൽക്കുന്ന കണിച്ചാർ പഞ്ചായത്തിൽ എല്ലാ വാർഡിലും വായനശാലകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 15-നേക്കാൾ മുമ്പ് വായനശാല പ്രഖ്യാപനം നടത്തിയത് കേരളത്തിൽ കണിച്ചാറാണ് എന്നുള്ളത് പറഞ്ഞു വെക്കുക മാത്രമാണ് ഞാനിവിടെ ചെയ്യുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് അറിയാലോ, ആറളം പഞ്ചായത്ത്. ആറളത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ആദിവാസി സാന്ദ്രതയുള്ള പഞ്ചായത്തുകളിൽ ഒന്നാണ് ആറളം. പുനരധിവാസ കേന്ദ്രമാണ് ആറളം. ആ ആറളത്ത് 17 വാർഡുകളില് വായനശാലകൾ സ്ഥാപിച്ച് കഴിഞ്ഞ ചിങ്ങമാസത്തിലായിരുന്നു അവരുടെ പ്രഖ്യാപനം നടത്തിയത്. അതിന്റെ തുടർച്ചയിൽ ഇപ്പോഴവിടെ അവർ 7 വായനശാലകൾക്ക് സ്വന്തമായി കെട്ടിടം ഉണ്ടാക്കിയിരിക്കുന്നു. കഴിഞ്ഞ 30-ാം തീയതിയായിരുന്നു 33 ലക്ഷം രൂപ ചെലവഴിച്ച് തയ്യാറാക്കിയിട്ട് ഒരു വായനശാല കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഞാൻ നിർവഹിച്ചത്. ഞാൻ അവിടെ ഓർമ്മപ്പെടുത്തത് മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ആ മാറ്റങ്ങൾ വലിയ മാറ്റങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പയ്യന്നൂരിലെ ഈ പരിപാടി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പയ്യന്നൂരിലെ എല്ലാ രാഷ്ട്രീയ സ്വാധീനവും പുരോഗമന പ്രസ്ഥാനത്തിന്റെ സ്വാധീനവും ആ പ്രവർത്തനം വന്നാൽ കിട്ടുന്ന സകല സോഴ്സുകളും ഈ നാടിന്റെ പൊതു ഇടങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധയോടുകൂടി വിജയിപ്പിക്കും എന്ന പ്രഖ്യാപനമായിട്ടാണ് ഞാൻ ഈ പരിപാടിയെ നോക്കിക്കാണുന്നത്. കടലായ ഭാഷയുടെ നേതൃത്വത്തിൽ മികച്ച പഞ്ചായത്തായിട്ട് ഇത് മുമ്പോട്ട് പോവുകയാണ്. ഇന്നലകളിലെ വലിയ മനുഷ്യർ, നല്ല മനുഷ്യർ ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ളവർ, അവരെല്ലാം നൽകിയിട്ടുള്ള സംഭാവനകളിലൂടെ പന്നിയൂർ പഞ്ചായത്ത് കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തുന്ന പഞ്ചായത്തിലൊന്നാണ്. കടലായ ഭാഷയാണെങ്കിൽ ശാസ്ത്ര സാഹിത്യ വിഷയത്തിന്റെ അനുഭവങ്ങളെല്ലാം ഉള്ള ആളുകളിലൊരാൾ. അങ്ങനെ മാതൃകാപരമായ നിലയിൽ പ്രവർത്തനം നടത്തുന്ന ഈ പഞ്ചായത്ത് ഈ വായനശാലകളെ നമ്മുടെ നാട്ടിലെ നവോത്ഥാന
ശാസ്ത്രീയ ചിന്തയുടെ നവോത്ഥാന ചിന്തയുടെ കേന്ദ്രമാക്കി മാറ്റി തീർക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വായനശാലകൾ എന്ന് പറയുന്നത് ആളുകൾ കയറാത്ത, നേരത്തെ പറഞ്ഞതുപോലെ ആരും ഒരാൾ കസേര നീട്ടിയിരുന്നോ കാലെടുത്ത് ടിപ്പ് പോയിന്റ് വെച്ചിട്ട് ഇങ്ങനെ ഇരേസുപിടി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമായി മാറുമ്പോൾ ചിലപ്പോൾ ചിന്തിച്ചു പോകാനായിട്ട് അങ്ങനെയല്ല. ലിവിങ് ലൈബ്രറി, മനുഷ്യർ, ഓരോ മനുഷ്യനും ഒരു ലൈബ്രറിയാണ്. ബൗദ്ധ മാഷോട് വർത്താൻ പോയപ്പോഴാണ് നമുക്ക് പാനൂരിന്റെ ഒരു ചരിത്രം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. മാഷ പുസ്തകരചയിതാവൊന്നുമല്ല, പക്ഷെ വർത്താനം പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിലേക്ക് കിട്ടുകയാണ്. നമുക്ക് വർത്താനം പറയുന്ന ഇടംകൂടിയാണ് ലൈബ്രറികൾ. നമ്മുടെ നാട്ടിലെ പഴയകാല സാമൂഹ്യ ബോധം മനായിട്ട് സംസാരിക്കുമ്പോൾ പാനൂരിന്റെ പഴയകാല ചിത്രത്തെ കുറിച്ച് രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ സൂചിപ്പിക്കുന്നത് ഇത്തരത്തിൽ നമ്മുടെ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിനും നമ്മുടെ സാമൂഹ്യ പഠനത്തിനും ശാസ്ത്രീയ ചിന്തയെ ശക്തിപ്പെടുത്താനുമെല്ലാമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായി വായനശാലയെ വികസിപ്പിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഏറ്റവും പോലുള്ള ആളുകളുടെ നിരന്തരമായിട്ടുള്ള ഇടപെടൽ പാനൂരിന്റെ പല മേഖലകളിലും സജീവമായ നിലയിൽ തന്നെ നിൽക്കുന്നു. പാനൂർ മുനിസിപ്പാലിറ്റിയെ കൂടി എല്ലാ അർത്ഥത്തിലും സമ്പൂർണ്ണ വായനശാല പ്രഖ്യാപനത്തിലേക്ക് കൊണ്ടുപോകുക എന്ന പ്രവർത്തനത്തിന് പിന്തുണ കൊടുക്കാൻ കൂടി തമിഴ്നാട് പഞ്ചായത്തിന് കഴിയണം എന്നുള്ള അഭ്യർത്ഥന കഴിക്കുന്നത്. കാരണം നഗരത്തിൻ്റെതായ ചില പരിമിതികളുണ്ട്. ആ പരിമിതികളെ കുറിച്ച് കിടക്കാൻ പറ്റുന്നതിൽ പാനൂർ നഗരസഭയെ കൂടി ആക്കി തീർക്കാനുള്ള പിന്തുണ പന്ന്യന്നൂരിലെ രോഗഫലകാംക്ഷികളായ ജനങ്ങളുടെ ഭാഗത്തുണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ച് കണ്ണൂർ ജില്ല സമ്പൂർണ്ണ വായനശാല പ്രഖ്യാപനത്തിന് വേണ്ടി വരുമ്പോൾ പന്ന്യന്നൂരിന്റെ ഈ ചുവടുവെപ്പുകൾ കണ്ണൂർ ജില്ലയിലെ വായനശാല പ്രവർത്തകന്മാർക്കാകെ കരുത്തായി മാറുകയാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി നിറഞ്ഞ സ്നേഹത്തോടെ നിങ്ങളെല്ലാം അഭിവാദ്യം ചെയ്ത് പന്ന്യന്നൂരിലെ ഈ മഹാസംഗമത്തെ, ഈ ഒത്തുകൂടിയിട്ടുള്ള പുരോഗമന പ്രസ്ഥാനത്തിന്റെ ലൈബ്രറി പ്രവർത്തകരായിട്ടുള്ള എല്ലാ ആളുകളെയും നിറഞ്ഞ സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്ത് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനത്തിനായി പ്രഖ്യാപിക്കുന്നു. KP മോഹനൻ പ്രഖ്യാപനം നിർവഹിക്കുന്നു. മറ്റു കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് വളരെ സമ്പൂർണ്ണ ലൈബ്രറി ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിനുള്ള ചടങ്ങാണ്. ആദരണീയനായ കൂത്തുപറമ്പ് MLA ശ്രീ KP മോഹനോട് വിനയപരിസരം ആ പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. ഇന്ത്യൻ വസന്തോത്സവം 2025 ഭാഗമായിട്ട് കേരളത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ നടത്തപ്പെടുന്ന വസന്തോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട MD P. ശിവദാസൻ, ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ശ്രീ മണിലാൽ, പഞ്ചായത്ത് പ്രസിഡന്റ്, സ്വാഗതം പറഞ്ഞ പഞ്ചായത്ത് സംഘാടകത്തിനും കൺവീനർ KP ശശിധരൻ, മറ്റു ഏരിയയുള്ള ലൈബ്രറി കൗൺസിലിൻ്റെ സെക്രട്ടറി P. വിദ്യൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രദീപ്, പഞ്ചായത്ത് മെമ്പർ ശ്രീമതി സുനിത, കൺവീനർ പവിത്രൻ, P. സുരേന്ദ്രൻ അടക്കമുള്ളതിൻ്റെ സംഘാടക കമ്മിറ്റിയുടെ അംഗങ്ങളെ, ഏരിയയിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശൈലജ അടക്കമുള്ള മറ്റ് ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ലൈബ്രറി പ്രവർത്തകരെ, സുഹൃത്തുക്കൾ, എല്ലാത്തിനുമുപരി മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആന്ധ്ര, കർണാടക എന്നിവിടങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന, നമ്മുടെ ആസ്വദിപ്പിക്കാനും കലയുടെ ഭാഗമായി ಎತ್ತಿಚೇರ್ನಿರಿക്കുന്ന ದೋಸ್ತೋಂ ಇದ್ದಾರೆ ಕನ್ನಡದಲ್ಲಿ ಬಂದಿದ್ದು ಒಂದು ಹುಡುಗಿಗಳು ಇಲ್ಲೇ ಇಲ್ಲಿ അവരൊക്കെ തന്നെ നമുക്ക് ആനന്ദം പകരാൻ വേണ്ടിയിട്ടാണ്. ഒരു പുതിയ അനുഭവമാണ് എന്ന് തന്നെ പറഞ്ഞാൽ അവരൊക്കെ തന്നെ കാണാനും ഇത് നമ്മുടെ ഗ്രാമത്തിൽ ഇവരുടെ ഡാൻസുകളൊക്കെ തന്നെ അവതരിപ്പിക്കുക എന്നുള്ളതിന് ഒരു അനുഭവം തന്നെയാണ്. എന്തായാലും നല്ല രീതിയിൽ പരിപാടി സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന പന്നന്തം ഗ്രാമപഞ്ചായത്തിന് എല്ലാ വിധത്തിലുള്ള അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും സമർപ്പിക്കുക. നമുക്ക് ഗ്രന്ഥാലയം എന്ന് പറയുന്നത് വായനശാല എന്നൊക്കെ തന്നെ പറയുമ്പോൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. വളരെ വർഷങ്ങൾക്ക് മുമ്പേ PN പണിക്കരുടെ നേതൃത്വത്തിൽ വായനശാലകളൊക്കെ തന്നെ ആരംഭിച്ചു, ഗ്രന്ഥാലയങ്ങളൊക്കെ തന്നെ. ഇവിടെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ വായനശാല ഒരു പ്രദേശത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക വിപ്ലവ പ്രസ്ഥാനങ്ങൾക്കടക്കം നേതൃത്വം കൊടുത്ത ഒരു ആലയമാണ്. ആലയം എന്ന് പറയുമ്പോൾ തന്നെ ക്ഷേത്രമാണ്. അപ്പോൾ അതിൽ എല്ലാം അടങ്ങിയിരിക്കുകയാണ്. അവിടെ വെച്ചിട്ടാണ് എല്ലാ വിപ്ലവ പ്രസ്ഥാനങ്ങൾക്കടക്കം നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു കാലത്ത് അവിടെ ഇരുന്നിട്ടായിരുന്നു ആ പ്രദേശത്തിൻ്റെ വികസനവും അവിടുത്തെ സാമൂഹ്യ പ്രവർത്തനവും ഒക്കെ തന്നെ നടത്താൻ മുന്നോട്ട് വന്നു.
ആ കാലഘട്ടമൊക്കെ തന്നെ കഴിഞ്ഞ് ഇന്ന് അതൊക്കെ തന്നെ നൂതനമായ രീതിയിലേക്ക് വന്നു. ടി എൻ പണിക്കരുടെ കാലശേഷം നമ്മുടെ പ്രിയങ്കരനായ ദാസൻ മാസ്റ്റർ പ്രദേശത്തുള്ള ലൈബ്രറികളൊക്കെ തന്നെ വളരെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയും ഗ്രാമീണ മേഖലയിൽ കൂടുതൽ വായനശാലകൾ എന്ന അദ്ദേഹത്തിൻ്റെ ദൗത്യം അത് ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ നമുക്കറിയാം എല്ലാ സ്ഥലത്തും ഇന്ന് ലൈബ്രറികളാണ്. പാനൂരിലൊക്കെ തന്നെയുള്ള പാനൂർ ലൈബ്രറി എന്ന് പറയുന്നത് ഞാൻ നടത്തുന്ന ലൈബ്രറിൻ്റെ PR ലൈബ്രറി. എനിക്ക് തോന്നുന്നത് വലിയ ഒരുപാട് കുട്ടികൾ രാവിലെ വരും. രാവിലെ 9 മണിക്ക് വന്ന് അവിടുന്ന് പുസ്തകം എടുത്തുകൊണ്ട് മുകളിൽ പോയി അവിടെ ഇരുന്ന് റെഫർ ചെയ്ത് വായിക്കുകയും അതോടൊപ്പം അന്യോന്യം ചർച്ചകളൊക്കെ തന്നെ നടക്കുക. അതൊക്കെ തന്നെ അനുഭവമാണ്. അതുപോലെ തന്നെ കുട്ടികൾ ഒക്കെ തന്നെ ഇന്ന് വായനാ രംഗത്ത് വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് പുസ്തകം നമ്മുടെ പ്രിയപ്പെട്ട സ്പീക്കർ 3 വർഷമായിട്ട് അന്താരാഷ്ട്ര പുസ്തകോത്സവം സംഘടിപ്പിക്കുകയാണ്. അതിലൂടെ വായനശാലകൾക്ക് പുസ്തകങ്ങൾ ലഭിക്കുന്നു, എല്ലാ വിദ്യാലയങ്ങൾക്കും പുസ്തകങ്ങൾ ലഭിക്കുന്നു. ആ പുസ്തകങ്ങളൊക്കെ തന്നെ കുട്ടികൾക്ക് വായിക്കാനുള്ളതാണ്. അതൊക്കെ തന്നെ വായിച്ചുകൊണ്ട് നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഇന്ന് വിദ്യാർത്ഥികൾ വളർന്നു വരികയാണ്. കുട്ടികളൊക്കെ തന്നെ മൊബൈലിൽ മാത്രം നോക്കിയിരിക്കുന്ന ശീലം മാറ്റി വായനയിലേക്ക് കടന്നു. അപ്പോൾ വായനയൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് കണ്ടറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന രീതിയിലേക്ക് വന്ന ഒരു കാലഘട്ടത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ലൈബ്രറികളൊക്കെ തന്നെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. ലൈബ്രറികളിൽ വിവിധ പരിപാടികളൊക്കെ തന്നെ നടത്തിക്കൊണ്ട് സാംസ്കാരിക, കല, അതുപോലെ തന്നെ സാമൂഹ്യപരമായ കാര്യങ്ങളൊക്കെ തന്നെ ഇടപെട്ടുകൊണ്ടും അതുപോലത്തെ ചർച്ചകൾ വെക്കുകയാണ്. പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ച, കുട്ടികൾ ചർച്ച ചെയ്യുകയാണ്, കുട്ടികൾക്ക് ക്വിസ് കോമ്പറ്റീഷൻ ഒക്കെ തന്നെ നടത്തിക്കൊണ്ട് ഓരോ ലൈബ്രറിയും എൻ്റെ ലൈബ്രറി ഗംഭീരമാകണം എന്ന രീതിയിൽ മുന്നോട്ട് വന്ന് അവർ തമ്മിലുള്ള മത്സരമാണ് ഇന്ന് നടന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ നമ്മുടെ പന്നന്നൂർ ലൈബ്രറി മുന്നോട്ട് വന്നത്. നമ്മളറിയാം, ഒരു പഞ്ചായത്തിൽ മുഴുവൻ വാർഡിലും ലൈബ്രറി എന്നൊക്കെ തന്നെ പറയുമ്പോൾ നമുക്ക് ഒരിക്കലും തന്നെ പണ്ട് കാലത്തൊന്നും വിശ്വസിക്കാൻ കഴിയാത്തതാണ്. ഇവിടെ ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ശ്രീ ശിവദാസൻ MP പറഞ്ഞതുപോലെ മുനിസിപ്പാലിറ്റി അടക്കം ഇത്തരത്തിൽ വരുമ്പോൾ കേരളത്തിലെല്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകളും എല്ലാ വാർഡിലും എല്ലാ കൗൺസിൽ അംഗങ്ങളും ഇതുപോലെ ഗ്രന്ഥാലയങ്ങൾ ഉണ്ടാക്കിയാൽ നമുക്ക് എന്ത് തന്നെ പറഞ്ഞാലും അത് വായിക്കാനുള്ള ഒരു ഇടം മാത്രമല്ല, സാംസ്കാരികപരമായിട്ടും കലാപരമായിട്ടും ഒക്കെ തന്നെയുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു വേദിയായിട്ട് മാറും. ഇതിന് മുൻകൈ എടുത്തുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് വന്നത്. ഇന്ത്യൻ സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി സജി ചെറിയാൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിലുള്ള വസന്തോത്സവം എന്ന പേരിൽ നടത്തപ്പെടുന്ന ഈ പരിപാടി. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ നമ്മുടെ പ്രിയപ്പെട്ട അന്യ സംസ്ഥാനക്കാരുടെ ഡാൻസൊക്കെ തന്നെ കാണുമ്പോൾ നമുക്ക് എന്ത് തന്നെ പറഞ്ഞാലും നമ്മുടെ ഡാൻസ് മറ്റൊരു രീതിയിലാണ്, നമുക്കെപ്പോഴും കണ്ടാസ്വദിക്കാൻ കഴിയുന്നത്. പക്ഷേ മറ്റു രീതിയിലാണ് ഡാൻസൊക്കെ തന്നെ. ഞാനൊക്കെ തന്നെ ആ പ്രദേശത്തൊക്കെ തന്നെ പോയപ്പോൾ അവരുടെയൊക്കെ തന്നെ നമ്മളോട് ഇങ്ങോട്ടുള്ള സ്നേഹമൊക്കെ തന്നെ ഉള്ളതായിരുന്നു. ഏകദേശമുള്ള സംസ്ഥാനങ്ങളിലും ഞങ്ങളൊക്കെ തന്നെ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് നമുക്കൊരു പുതിയൊരു അനുഭവം മാത്രമല്ല, ഇതിന് ഇങ്ങനെയുള്ളൊരു അനുഭവം ഉണ്ടാകാനും വളരെ സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് ഭാരത സർക്കാരും കേരള സർക്കാരും ഒക്കെ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് കേരള സർക്കാർ പ്രത്യേകിച്ച് നമ്മുടെ ഗ്രാമീണ മേഖലയിൽ ഇത്തരത്തിലുള്ള പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഈ വസന്തോത്സവം പരിപാടികൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ബഹുമാനത്തിന് ശിവദാസൻ പറഞ്ഞു, അത് ആ രൂപത്തിലേക്ക് തന്നെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് തന്നെ പറഞ്ഞാലും അതിൽ നിന്നും എന്ത് കാര്യങ്ങളുണ്ടായാലും അതൊക്കെ തന്നെ മാറ്റി വെച്ചുകൊണ്ട് ഇന്നിവിടെ ഇരുന്ന് ഇതൊക്കെ തന്നെ കണ്ട് രാത്രി എത്ര വൈകിയാലും അതൊക്കെ തന്നെ കണ്ടിട്ടേ പോകൂ എന്ന രീതിയിലാണ് എല്ലാവരും എത്തിച്ചത്. ഒക്കെ തന്നെ എൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ പന്നന്നൂർ ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ലൈബ്രറി ആയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടുകൂടി പ്രഖ്യാപിക്കുന്നതായി അറിയിക്കുകയാണ്. അടുത്തതായി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ബഹുമാനായ കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ശ്രീ PK വിജയൻ സംസാരിക്കും. PK വിജയനെ സംബന്ധിച്ച് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങളുമായി TLDP ഉൾപ്പെടെയുള്ള വിവിധ പ്രവർത്തനങ്ങളുമായി നേരത്തെ നന്നായി സഹകരിക്കുകയും നമുക്കെല്ലാം നേതൃത്വം നൽകുകയും ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം സമ്പൂർണ്ണ ലൈബ്രറി പ്രഖ്യാപനത്തിൻ്റെ ഈ ചടങ്ങിനോട് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. വേദിയിലുള്ള ബഹുമാനപ്പെട്ട MP ഡോക്ടർ V ശിവദാസൻ, ശ്രീ KP മോഹൻ MLA, യോഗാധ്യക്ഷൻ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് KK മണ്ഡലം ഉൾപ്പെടെ വേദിയിലുള്ള പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ജനപ്രതിനിധികൾ, നമ്മുടെ ഗ്രന്ഥശാല സംഘത്തിൻ്റെ പ്രധാന നേതാക്കൾ, പ്രിയപ്പെട്ട സാംസ്കാരിക പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, കണ്ണൂർ ജില്ല
ഒരു വലിയ ലക്ഷ്യത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ലക്ഷ്യത്തിലെത്തുന്നതിന് നമ്മുടെ പന്നിനി ഗ്രാമപഞ്ചായത്തിൻ്റെ റോൾ പ്രധാനപ്പെട്ടതാണ്. ഇത്തരമൊരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാനും സമ്പൂർണ്ണ ലൈബ്രറി പ്രഖ്യാപനത്തിലേക്ക് എത്തിക്കുന്നതിനും നേതൃത്വം കൊടുത്തിട്ടുള്ള നമ്മുടെ KK മണിലാലിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയെ ഞാൻ ആദ്യമായി കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിലിന് വേണ്ടി അഭിനന്ദനം അറിയിക്കുകയാണ്. അതൊരു വലിയ നേട്ടമാണ്. അതിൻ്റെ പിന്നിലെ അധ്വാനത്തെ ഞാൻ കാണുന്നു. നമ്മുടെ കണ്ണൂർ ജില്ല ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ മുഴുവൻ വാർഡുകളിലേക്കും ലൈബ്രറി സ്ഥാപിക്കുക. അത് എത്രയെന്നറിയാം? 1545 വാർഡുകളാണ്. അതിലിപ്പോൾ എത്ര എത്തിയെന്നറിയോ? 85% വാർഡുകളിലേക്കും എത്തിക്കഴിഞ്ഞു. 85%. ഇനി ഒരു 15% എന്ന് പറഞ്ഞാൽ ഒരു 200-210 വാർഡുകളിൽ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഇന്നിപ്പോൾ പഞ്ചായത്തുകളുടെ എണ്ണം നോക്കുമ്പോൾ ആകെ 81 ലോക്കൽ ബോഡികളിൽ ഇത് 44ാമത്തേതാണ്. ഇനി കുറച്ചുണ്ട്. പക്ഷെ ഉള്ളതിലൊക്കെ ഒരു 2, 3, 4 വാർഡുകളിൽ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. നമുക്കിപ്പോഴേ ഈ ഡിസംബറിന് മുമ്പേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ ഇത് പൂർത്തിയാക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇവിടെ സമ്പൂർണ്ണ ലൈബ്രറി പ്രഖ്യാപനം നടത്തുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. ഇല്ലാത്ത വാർഡുകളിൽ രൂപീകരിക്കുക എന്നുള്ളത് ഇതേപോലെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ പ്രഖ്യാപനം നടത്തിയാൽ മാത്രം പോരാ, അതിനെ പ്രവർത്തിപ്പിച്ച് നടത്തിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതിന് പഞ്ചായത്തിൻ്റെ വലിയ പിന്തുണയുണ്ടാകും. അപ്പം നമ്മുടെ 15 വാർഡുകളിലും ഇത്തരം ലൈബ്രറികൾ ഉണ്ടാകുന്നു. അത് സജീവമാക്കണം. ഒരു വർഷം കൊണ്ട് അതിനെ അഫിലിയേഷനിലേക്ക് എത്തിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം. 1000 പുസ്തകങ്ങൾ വേണം, 50 മെമ്പർമാർ വേണം, 2000 പുസ്തക വിഷയം വേണം. ഈ കാര്യങ്ങളൊക്കെ അറിയാം നമ്മുടെ ഗ്രന്ഥശാല. ഇവിടുത്തെ നേതൃസമിതി അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യും. എന്താ ഈ നമ്മുടെ ഗ്രന്ഥാലയങ്ങളും നമ്മുടെ ലോക്കൽ ബോഡികളും തമ്മിലുള്ള ബന്ധം? അതൊരു വലിയ ബന്ധമുണ്ട്. അത് പഴയ കാലത്തെ പോലുള്ള ഗ്രന്ഥാലയങ്ങളല്ല ഇപ്പോഴും. അവിടെ നമുക്ക് വേണ്ടത് ജനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സേവനങ്ങളും കൊടുക്കുന്ന കേന്ദ്രമായി ആധുനിക കാലത്ത് ഗ്രന്ഥാലയങ്ങൾ മാറണം. അതിനൊത്ത രീതിയിലുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ നമ്മുടെ MLA-മാരും മന്ത്രിമാരൊക്കെ കൊടുക്കുന്നുണ്ട്. മുത്തുപറമ്പ് MLA ഉൾപ്പെടെ നമ്മുടെ MLA-മാരും മന്ത്രിമാരെല്ലാം ജില്ലയിലുള്ള മുഴുവൻ ഗ്രന്ഥാലയങ്ങളും 1-2 നിയമസഭാ മണ്ഡലത്തിൽ മാത്രമേ ഇതിന് ബാക്കിയുള്ളൂ. ഒരു 10-150 ഗ്രന്ഥാലയത്തിന് മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ 1200 അഫിലിയേറ്റഡ് ലൈബ്രറികളുണ്ട്. ബാക്കി ഇനി അഫിലിയേഷനിലേക്ക് നിൽക്കാൻ വേണ്ടി പോകുന്നു. അപ്പം നമ്മുടെ ഓരോ ഗ്രന്ഥാലയവും ജനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സേവനങ്ങൾ കൊടുക്കുന്ന ഗ്രന്ഥാലയമായി മാറണം. ഇപ്പം നമ്മൾ ഏറ്റവും അവസാനം നടന്നിട്ടുള്ള തൊഴിൽ മേളകൾ, വിജ്ഞാന കേരളം ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള തൊഴിൽ മേഖലകൾ നടന്ന് അറിയാമോ? ഞാൻ വരുന്ന തളിപ്പറമ്പ് നിയോജകമണ്ഡലത്തിൽ 198 അഫിലിയേറ്റഡ് ലൈബ്രറികളുണ്ട്. അവിടെ നമ്മുടെ MLA MP ഗോവിന്ദമാഷ് മുൻകൈയെടുത്തുകൊണ്ട് നടത്തിയ ഒരു വായനശാലയിൽ പഞ്ചായത്തുകൾ തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. ഗോവിന്ദമാഷ് അവിടെ ചെയ്തത് ഈ വായനശാലയിലെ ലൈബ്രറിയന്മാർക്ക് എല്ലാം തന്നെ പരിശീലനം കൊടുത്തുകൊണ്ട് DWMS എന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക, തൊഴിലന്വേഷകർക്ക് തൊഴിൽ രജിസ്റ്റർ ചെയ്യാനുള്ള കേന്ദ്രമായി ഗ്രന്ഥാലയത്തെ മാറ്റി. അവർക്ക് ഇന്റർവ്യൂ ബോർഡിനെ അഭിമുഖീകരിക്കുന്നതിന് പരിശീലനം കൊടുക്കുന്നു, തൊഴിൽ മേളയിൽ പങ്കെടുക്കുന്നു, അവർക്ക് തൊഴിൽ ലഭിക്കുന്നു. ഇങ്ങനെ പുതിയ കാലത്തിനൊത്ത രീതിയിൽ ഗ്രന്ഥശാല പ്രവർത്തനം മാറണം. ഇത് മാത്രമല്ല, നമ്മുടെ പഞ്ചായത്തുകളും വായനശാലകളും ചെന്ന് ചേരുമ്പോൾ പുതിയ ഒരുപാട് കാര്യങ്ങൾ പഞ്ചായത്ത് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ വായനശാലകൾ വഴി വിവരങ്ങൾ കൊടുക്കാം, അതിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാം. പുതിയ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ നോക്കാം. സർക്കാർ തന്നെ ഇപ്പോഴേ എല്ലാ സേവനങ്ങളും സർട്ടിഫിക്കറ്റുകളും കിട്ടത്തക്ക രീതിയിലേക്ക് ഓൺലൈൻ സംവിധാനത്തെ മാറി. നമ്മുടെ ഗ്രന്ഥാലയങ്ങളെ ആ രീതിയിലേക്ക് മാറ്റാൻ വേണ്ടി കഴിയും. ഇങ്ങനെ ഗ്രന്ഥാലയങ്ങൾ നാടിൻ്റെ ഒരു വലിയ മാറ്റം, എല്ലാവർക്കും ഒത്തുകൂടാനുള്ള ഈ പൊതു ഇടത്തെ വർത്തമാനകാലത്ത് ശക്തിപ്പെടുത്തുക, ആ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചെയ്യുന്നത്. അതോടൊപ്പം വായന വ്യാപിപ്പിക്കണം. പത്രങ്ങൾ നമ്മുടെ പഞ്ചായത്തുകൾ കൊടുക്കുന്നുണ്ട്. കിട്ടുന്ന പുസ്തകങ്ങൾ വായനക്കൂട്ടങ്ങൾ രൂപീകരിച്ചുകൊണ്ട് വായനയെ വ്യാപിപ്പിക്കാൻ ആവശ്യമായ തലശ്ശേരി താലൂക്ക് അതുപോലുള്ള പുതിയ പ്രവർത്തനങ്ങൾ എപ്പോഴാരംഭിച്ചു. ജില്ലയിലെമ്പാടും അത്തരം പ്രവർത്തനങ്ങളുണ്ട്. ഇങ്ങനെ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കാകെ വേഗത വർദ്ധിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് പന്നിനൂർ ഗ്രാമപഞ്ചായത്ത് ചെയ്തിട്ടുള്ളത്. ആ ഗ്രാമപഞ്ചായത്തിനെയും
ഭരണസമിതി അംഗങ്ങളെയും ഗ്രന്ഥശാല പ്രവർത്തകരെയും എല്ലാം കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിലിന് വേണ്ടി ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനായി സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ലൈബ്രറിയനായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി പ്രദീപിനോട് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ, പഞ്ചായത്ത് പ്രസിഡന്റ്, ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ശിവദാസൻ എം പി, പ്രഖ്യാപനം നടത്തിയിട്ടുള്ള MLA, ബാനൂരിലെ പ്രശസ്തമായ ഒരു ലൈബ്രറിയുടെ പ്രസിഡന്റ് കൂടിയായ, ലൈബ്രറി പ്രവർത്തകൻ കൂടിയായിട്ടുള്ള മോഹനേട്ടൻ, വേദിയിലെ മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ടവർ, വലിയ സന്തോഷമുണ്ട്. കണ്ണൂർ ജില്ലയിലെ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ പന്ന്യന്നൂർ പഞ്ചായത്ത് കൂടി ഇന്ന് തങ്കലിപികളിൽ എഴുതപ്പെട്ട ഒരു പേരായിട്ട് മാറുകയാണ്. കഴിഞ്ഞ 3 വർഷം മുമ്പേ കണ്ണൂരിൽ നടന്ന, ശിവദാസൻ എം പിയുടെ നേതൃത്വത്തിൽ നടന്ന ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഗവേഷക വിദ്യാർത്ഥികളും ലൈബ്രറി പ്രവർത്തകരൊക്കെ പങ്കെടുത്തിരുന്നു. അതിൽ പങ്കെടുത്ത 2 വിദ്യാർത്ഥികൾ, ഒരാൾ ഡൽഹിക്കാരനും ഒരാൾ ഛത്തീസ്ഗഡുകാരനുമായിരുന്നു. അവർ ആ ലൈബ്രറി കോൺഗ്രസ് കഴിഞ്ഞിട്ട് കണ്ണൂർ ജില്ലയിലെ ലൈബ്രറികൾ സന്ദർശിച്ചു. അങ്ങനെ ഞാൻ സെക്രട്ടറി ആയിട്ടുള്ള പിണറായിയിലെ സി മാധവൻ സ്മാരക വായനശാലയിൽ വന്നിരുന്നു. ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ ആ ചെറുപ്പക്കാർ അത്ഭുതത്തോടു കൂടിയാണ് നമ്മുടെ ഈ കണ്ണൂർ ജില്ലയിലെ വായനശാല പ്രസ്ഥാനത്തെ കുറിച്ച് പറഞ്ഞു. ഇവർ പറയണത്, ഞങ്ങൾക്കിത് സങ്കല്പിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ നാട്ടിൽ ഒരു വായനശാല കഴിഞ്ഞാൽ ഒരു 20 കിലോമീറ്ററോ അല്ലെങ്കിൽ 15 കിലോമീറ്ററോ കഴിഞ്ഞാലാണ് വേറൊരു വായനശാല കാണാൻ പറ്റുന്നത്. ഇത്ര സജീവമായ ജനകീയ ഇടപെടൽ നടക്കുന്ന ഒരു കേന്ദ്രത്തെ പറ്റി ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയില്ല എന്നാണ്. ഞാൻ കഴിഞ്ഞ 5-6 ദിവസം എല്ലാ ദിവസവും വായനശാലകളുടെ ഓണസദ്യയിലായി. കഴിഞ്ഞ ദിവസം ചപ്പാട് ഇവിടെ വന്നിരുന്നു. എല്ലാ ദിവസവും ഓണസദ്യയാണ്, വായനശാലയുടെ വിവിധ പരിപാടികൾ. നമുക്കെങ്ങനെയാണ് എല്ലാവർക്കും ഇരുന്ന് ഓണസദ്യ കഴിക്കാൻ ഈ കേരളത്തിൽ കഴിയുന്നത്? ഒരു കാലത്ത് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി സമരം നടത്തിയ നാടായി കേരളം. ഒന്നിച്ചിരിക്കാനുള്ള ഇടം കിട്ടാൻ വേണ്ടി വലിയ പോരാട്ടം നടത്തിയ നാടായി കേരളം. വായനശാലകളാണ് ഒരു നാട്ടിൻ്റെ എല്ലാവർക്കും ഒന്നിച്ചിരിക്കാനുള്ള ഒരു കേന്ദ്രം. എല്ലാ വ്യത്യാസങ്ങൾക്കും അപ്പുറത്ത് ഏത് മനുഷ്യനും കയറി വരാൻ കഴിയുന്ന ഒരു ഇടമാണ് വായനശാല. അതുകൊണ്ട് തന്നെ വായനശാലകൾ ഒരു നാടിൻ്റെ അനൗപചാരിക സർവകലാശാലകൾ, നാടിൻ്റെ സാമൂഹ്യ മാറ്റത്തിന് വലിയ പങ്ക് വഹിക്കുന്ന ചാലക ശക്തിയാണ് വായനശാലകൾ. ആ നിലയിൽ ഈ പഞ്ചായത്തിൽ പ്രഖ്യാപനം നടത്തിയിട്ടുള്ള എല്ലാ വായനശാലകൾ, വളരെ സജീവമായി പ്രവർത്തിക്കുന്ന വായനശാലകൾ ഇവിടെയുണ്ട്. അതോടൊപ്പം പുതുതായി രൂപീകരിക്കപ്പെട്ട വായനശാലകൾ ഏറ്റവും മികച്ച പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ ഒരു പ്രഖ്യാപനം കരുത്തായിട്ട് മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു ചടങ്ങിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. അടുത്തതായി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ബഹുമാന്യായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി A. ശൈലജ സംസാരിക്കും. പ്രിയമുള്ളവരെ, വസന്തോത്സവം 2025 പന്ന്യന്നൂർ ഗ്രാമപഞ്ചായത്തിലെ വായനശാല പ്രഖ്യാപനം നടത്തിയിട്ടുള്ള ബഹുമാന്യനായ MP വി ശിവദാസൻ അവർ, അതുപോലെ തന്നെ ഈ വായനശാലയുടെ പ്രഖ്യാപനം നടത്തിയ ബഹുമാനപ്പെട്ട കൂത്തുപറമ്പ് MLA ശ്രീ KP മോഹൻ അവർ, വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള സാമൂഹിക മാറ്റത്തിന് തുടക്കം കുറിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ് പന്ന്യന്നൂർ ഗ്രാമപഞ്ചായത്ത്. ആ പന്ന്യന്നൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ മികവിൻ്റെ ഒരു പൻകിരീടം കൂടി
ഈ വായനശാല സമ്പൂർണ്ണ വായനശാല പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ട് വന്നു ചേർന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രബുദ്ധരായിട്ടുള്ള ഒരു ജനതയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല നിർവഹിച്ചിട്ടുള്ള കേന്ദ്രങ്ങളാണ് ഒരു കാലത്തെ വായനശാലകൾ. നമ്മുടെ നാട്ടിലെ പല പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ചെറുതും വലുതുമായിട്ടുള്ള വായനശാലകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഒരു നാടിന്റെ വികസന പ്രവർത്തനങ്ങളായാലും ആ നാടിന്റെ എല്ലാവിധ ചർച്ചകളും രൂപപ്പെടുന്ന ഒരു കേന്ദ്രം എന്ന നിലക്ക് വായനശാലകൾ വളരെ പ്രധാനമാണ്. ഇന്ന് നമുക്കറിയാം, വായന എന്നതിനേക്കാൾ ഉപരി വായനയോടൊപ്പം തന്നെ മറ്റ് എല്ലാ വിഭാഗം ആളുകളെയും, അത് കുട്ടികളെയായാലും വയോജനങ്ങളെയായാലും വനിതാവേദിയുടെ ഭാഗമായിട്ടായാലും എല്ലാ വിഭാഗം ജനങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന ഒരു കേന്ദ്രമായിട്ട് വായനശാലകൾ മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും വർത്തമാന കാലഘട്ടത്തിൽ ഒരു സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഈ ഒരു വലിയ പ്രശ്നത്തെ വലിയ ഒരു കാര്യമായിട്ട് നമുക്ക് ഈ സമ്പൂർണ്ണ സംസ്ഥാന വായനശാല പ്രഖ്യാപനം എന്ന നിലക്ക് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. തീർച്ചയായിട്ടും പന്നന്നൂർ ഗ്രാമപഞ്ചായത്ത് നടത്തിയിട്ടുള്ള ഈ ഒരു വലിയ വിഷയത്തെ എല്ലാവിധ ആശംസകളും അഭിവാദനങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി സുനിത കെ സംസാരിച്ചതിനെ അദ്ദേഹത്തെ ആളുകൾ ക്ഷണിക്കുകയാണ്. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, നമ്മുടെ വസന്തോത്സവ പരിപാടി അവതരിപ്പിക്കാൻ ഇവിടെ എത്തിയ കലാകാരന്മാര്, പ്രിയപ്പെട്ട നാട്ടുകാരെ, നമുക്കറിയാം, നമ്മൾ ഒരു അഭിമാന മുഹൂർത്തത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ പന്നന്നൂർ ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ലൈബ്രറി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ ലൈബ്രറി വായനശാലകളിലാണ് ബസ് സ്റ്റോപ്പുകളായി, നമ്മുടെ ബഹുമാനപ്പെട്ട MP പറഞ്ഞതുപോലെ വായനശാലകളാണ് ബസ് സ്റ്റോപ്പുകളായി അറിയപ്പെട്ടിരുന്നത്. വൈകുന്നേരങ്ങളിൽ പേപ്പർ വായനയും അതുപോലെ പൊതുകാര്യങ്ങൾ ചർച്ച ചെയ്യാനും മറ്റും നമ്മൾ കണ്ണൂർക്കാർ പ്രത്യേകിച്ച് ഉപയോഗിച്ചിരുന്നത് വായനശാലകൾ തന്നെയാണ്. അപ്പോൾ ഇത്തരം ഒരു പരിപാടി ഇന്നിവിടെ നടത്താൻ സാധിച്ച നമ്മുടെ പന്നന്നൂർ ഗ്രാമപഞ്ചായത്തിന് അതിയായ സന്തോഷം അറിയിക്കുകയാണ്. അതുപോലെ ഞാനെൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയ MP P ശിവദാസൻ അവറുകൾക്ക് ആദ്യമായി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ സമ്പൂർണ്ണ ലൈബ്രറി പ്രഖ്യാപനം നടത്തിയ MLA KP മോഹനൻ അവറുകൾക്കും നന്ദി അറിയിക്കുകയാണ്. ഇവിടെ അധ്യക്ഷത വഹിച്ച പന്നന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK മണിലാൽ മാസ്റ്റർക്കും അതുപോലെ ആശംസ അറിയിച്ച PK വിജയൻ അവറുകൾ, അതുപോലെ അഡ്വക്കേറ്റ് V പ്രദീപ് അവറുകൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശൈല അവറുകൾ, അതുപോലെ ഇവിടെ എത്തിയിട്ടുള്ള വൈസ് പ്രസിഡന്റ് രമ ടീച്ചർ, ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ നാട്ടുകാർക്കും, അതുപോലെ നമ്മുടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കലാപരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന കലാകാരന്മാർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ പന്നന്നൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും സംഘാടക സമിതിയുടെയും പേര് നന്ദി അറിയിക്കുകയാണ്. നന്ദി.